ഹലോ, ഇന്ന് കണ്ണന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് കേട്ടോ. അതായത് 13-ാം തീയതിയാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് കേട്ടോ. കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ പോയി മീഷോയിൽ പോയിട്ട് ഒരു ആർമി ഡ്രസ്സാണ് കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഡെലിവറി ഡേറ്റ് കാണിക്കുന്നത് 16-ാം തീയതി ആയിരുന്നു. ഫസ്റ്റ് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 14-ാം തീയതിയാണ് കോമ്പറ്റീഷൻ എന്ന്. പക്ഷേ 16-ാം തീയതി ഡെലിവറി പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഭാഗം കൊണ്ട് നേരത്തെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വെയിറ്റ് ചെയ്തു. പിന്നെയാണ് 13-ാം തീയതിക്ക് നമ്മുടെ പ്രോഗ്രാം മാറ്റി വെച്ചത് കേട്ടോ. അങ്ങനെ ഇരിക്കലേ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് 12-ാം തീയതി വരെ ഞാനിങ്ങനെ ഇരുന്നു. 12-ാം തീയതി 4 മണി വരെ ഞാൻ അവിടെ ഇരുന്നു, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവസാന നേരമായപ്പോൾ എനിക്ക് അങ്ങോട്ട് വെപ്രാളായി. പണ്ടത്തെ കാരണവന്മാർ പറയില്ല ഒരു പഴഞ്ചൊല്ല്, ആ ഒരു സംഭവം തന്നെ. അങ്ങനെ ഭയങ്കര വെപ്രാളായിട്ട് ഞാൻ എന്താക്കും എന്ന് എനിക്ക് കൺഫ്യൂഷൻ. എൻ്റെ മുന്നിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗാന്ധിജി, ഒന്ന് ഭഗത് സിംഗ്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഝാൻസി റാണി ആക്കണമെന്ന്. പക്ഷേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ അതിലെന്തായാലും ഝാൻസി റാണി ഒരു 2-3 ഉണ്ടാവും, 100% ഉറപ്പാണ്. ബോയ്സ് ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ ഭഗത് സിംഗ് അല്ലെങ്കിൽ ഗാന്ധിജി, ഈ 2 ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഗാന്ധിജിക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ണടയില്ല. അപ്പം ഞാൻ കണ്ണടയില്ല. അതുപോലെ തന്നെ തലയിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ കുറേ പേര് ഈ പപ്പടം വെള്ളത്തിൽ വെച്ചിട്ട് തലയിൽ ഒട്ടിക്കണ സംഭവമാണ് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ണന് ഓൾറെഡി ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി എനിക്ക് ഓക്കെ ആവില്ല. അതുപോലെ തന്നെ എനിക്ക് തീരെ ടൈമും ഇല്ല, 4 മണി ആയിട്ടുണ്ട്, നാളെയാണ് ഈ പ്രോഗ്രാം. അങ്ങനെ ഞാൻ കണ്ണട അല്ലെങ്കിൽ ഭഗത് സിംഗിൻ്റെ തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പറും തപ്പിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മയുടെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അവിടെ അടുത്തുള്ളൊരു കടയിലാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ ഇരിക്കലാണ് അമ്മ ആ ഒരു ഷോള് ഇട്ടേക്കണ കാണുന്നു. ഈ ഷോള് കറക്റ്റ് മാച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഈ ഒരു ഷോൾ എനിക്ക് വേണം, ഈ ഷോള് എനിക്ക് കിട്ടിയേ പറ്റൂ, എൻ്റെ മോന് ഗാന്ധിജി ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻ്റെ അമ്മയുടെ ഷോളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അമ്മയുടെ ഷോള് ഞാൻ മുറിച്ചിട്ടാണ് എൻ്റെ മോന് തലയിൽ കെട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ വടി ഞങ്ങളുടെ വീട്ടിലെ മാറാലക്കോലാണ് ആ വടി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കബോർഡിൻ്റെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കറാണ് ഞാൻ ആ വടിയും ഒട്ടിച്ച് വെച്ചേക്കുന്നത്. വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ, നമ്മുടെ മാറാലക്കോല് റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ അത് മാച്ചായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ കണ്ണട ഇതാ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തത് കേട്ടോ. മിക്കവാറും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും, പ്രത്യേകിച്ച് കുട്ടി ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും കോമ്പറ്റീഷൻ റിസൾട്ട് വന്നു കേട്ടോ. ആ കുട്ടിക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ.